വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന സന്ദർശകർ ഒരിക്കലും അതിൻ്റെ അടുത്തുള്ള ഒരു നമ്മുടെ കോറിമടയുടെ കുളമുണ്ട്. ഈ കുളത്തിലേക്ക് ഒരിക്കലും ചാടരുത്. കാരണം ഇതിൽ ഒരു നല്ല ആഴമുണ്ട്. ഇതിൽ ഫുള്ള് അടിയിൽ നല്ല പാറയുണ്ട്, വലിയ പാറ കഷ്ണങ്ങളുണ്ട്. നീന്തുന്ന വ്യക്തികൾ ഈ പാറയുടെ ഉള്ളിൽ കാല് കുടുങ്ങിയതിന് ശേഷം പിന്നെ പൊന്താൻ കഴിയുകയില്ല. ഇങ്ങനെയാണ് മിക്ക കോറി കുളത്തിലും ജീവൻ നഷ്ടപ്പെടാറ്. അതുകൊണ്ട് ഒരിക്കലും പാറയ്ക്ക് ഉപയോഗിച്ച കോറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് അതൊരു കുളമായി മാറും. നമുക്ക് അത് നീന്താനൊക്കെ വളരെ ആഗ്രഹമുണ്ടാവും. പക്ഷെ നീന്തിക്കഴിഞ്ഞാൽ അടിയിലേക്ക് പോകുമ്പോൾ ഈ കല്ലിൻ്റെ ഉള്ളിൽ കാലോ കൈയോ കുടുങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് പൊന്താൻ കഴിയുകയില്ല. അങ്ങനെയാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനോഹരമായ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരുന്ന ആളുകൾ ഒരിക്കലും പണ്ട് ഉപയോഗിച്ചൊരു കോറിക്കുളമുണ്ട്, അതിലേക്ക് നിങ്ങൾ നീന്തരുത്. വലിയ ആഴമുണ്ട്, വലിയ ഗർത്തമാണിത്, നല്ല ആഴമുണ്ട്. വേനലിലാണ് ഇതിൻ്റെ ആഴം കാണുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ഈ കുളം ഉടൻ തന്നെ മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഈ കുളം ഇവിടുന്ന് ഒഴിവാക്കണമെന്നാണ്. അല്ലെങ്കിൽ ഏത് നിമിഷം അപകടം സംഭവിക്കും. അതുകൊണ്ട് വരുന്ന സന്ദർശകർ, കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന സന്ദർശകർ ഇതിൻ്റെ മനോഹാരിത കണ്ട്, ഈ നമ്മുടെ കായൽ പോലെ നിൽക്കുന്ന ഈ വെള്ളം കണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് ചാടരുത്. കാരണം വളരെ അപകടകരമാണ്. ഇതിൻ്റെ ഒരു മനോഹരമായ വ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കോറി നിൽക്കാൻ കാരണം ഇവിടെ സ്റ്റെപ്പ് ഇട്ട് പൊട്ടിച്ചില്ല എന്ന കാരണത്താലാണ് ഈ കോറി നിൽക്കാൻ കാരണം. ഇത് വളരെ ആഴത്തിലാണ് ഇത് പൊട്ടിച്ചത്. അതുകൊണ്ട് ഒരു കോറി ക്രഷർ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നിയമവശങ്ങളുണ്ട്. ആ നിയമവശങ്ങളാൽ കാറ്റിൽ പറത്തിക്കൊണ്ട് പൊട്ടിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് ഇവിടെ ഉദ്യോഗസ്ഥർ ഇവിടെ നിർത്തിയത്. അതുപോലെ തന്നെ ഈ നീർച്ചാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോലകൾ, സ്വാഭാവിക വനത്തിലുള്ള സ്വാഭാവിക നീർച്ചാലുകൾ, അതിൽപ്പെട്ടതാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ, അതിൽപ്പെട്ടതാണ് ഈ കൊല്ലംകൊല്ലി. സ്വാഭാവിക നീർച്ചാലുകൾ ഒരിക്കലും പാറ പൊട്ടിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിരുന്നു ഈ കോറി. അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ വളരെ നിർത്തിയത്. അതുകൊണ്ട് ഇത് മണ്ണിട്ട് നികത്തമെന്നാണ് ഇവിടുത്തെ അധികാരികളോട് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ വ്യൂ. ഈ ചെക്കുന്നിനൊരു പ്രത്യേകത ഉണ്ട്. ചെക്കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പാറയാൽ നിർമ്മിതമാണ്. ഈ പാറ ചെക്കുന്നിലെ മൊത്തം വ്യാപിച്ചു കൊടുക്കുകയാണ്. പണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഒരു ഗവേഷകൻ ഇവിടെ വന്ന സമയത്ത് ചെക്കുന്നിനെ കുറിച്ച് പറഞ്ഞത്, ഈ ചെക്കുന്ന് എന്ന് കഴിഞ്ഞാൽ ഈ കുന്ന് കംപ്ലീറ്റ് നമ്മുടെ പാറയാണ്. ഏത് പാറ? നമ്മുടെ കരിങ്കൽ പാറയാണ്. ആ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടാനോ അല്ലെങ്കിൽ ഇതിലേക്ക് നീന്താനോ വരരുത്. ഓക്കെ, താങ്ക് യു.